ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെഷീനെ കുറിച്ചും ബേസിക് സ്റ്റിച്ചുകളെ കുറിച്ചും പഠിച്ചു. ബേസിക് സ്റ്റിച്ചുകളൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അത് നമ്മൾ അടിച്ച് തന്നെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബ്ലൗസിൻ്റെ ഭാഗങ്ങളെ കുറിച്ച് പറയാം. വീഡിയോയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് 3 ഭാഗങ്ങളായിട്ടാണ്. ബാക്ക്, ഫ്രണ്ട്, സ്ലീവ്. അതുപോലെ തന്നെ ഞാനിവിടെ 3 ഭാഗങ്ങളായിട്ട് വരച്ചിട്ടുണ്ട്. കണ്ടല്ലോ, 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ ഭാഗം ഇതാണ് നമ്മുടെ ഷോൾഡർ. ഇതും രണ്ടും ഷോൾഡറാണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗമാണ് ഷോൾഡർ. ഇപ്പോൾ ഷോൾഡർ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ടും ഷോൾഡറാണ്. പിന്നെ ആ ഷോൾഡറിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് കാണും. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗം, ആ ഭാഗമാണ് നെക്ക് വിഡ്ത്ത് അല്ലെങ്കിൽ കഴുത്തുവണ്ണം എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്ത് എന്ന് എഴുതുന്നുണ്ട്, കഴുത്തുവണ്ണം. അപ്പോൾ ഷോൾഡറും നെക്ക് വിഡ്ത്തും കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന ഭാഗമാണ് ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് ഈ ഷോൾഡർ തുടങ്ങി ഇവിടെ അടിഭാഗത്ത് കാണാം, ഈ അടിഭാഗം വരെ കണ്ടോ, ഈ അടിഭാഗം വരെ ആണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. മൊത്തം ഉയരം അല്ലെങ്കിൽ നീളം എടുക്കുന്നത് ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത്. ഷോൾഡർ തുടങ്ങി ഈ അടിഭാഗം വരെയുള്ള ഭാഗം. അതുകൊണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. കണ്ടോ, ഈ ഷോൾഡർ തുടങ്ങി ഇവിടം വരെയുള്ള ഭാഗമാണ് ഒരു ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ അടിഭാഗം, അത് വണ്ണം കുറഞ്ഞൊരു ഭാഗം, ഇതാണ് നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ ഇടവണ്ണം എന്നും പറയും. ഈ ഭാഗമാണ് വേസ്റ്റ്. ഈ ഭാഗമാണ് കൈക്കുഴി, ആം ഹോൾ, റിഗാൾ എന്നൊക്കെ പറയുന്ന ഭാഗമാണിത്. ഞാനിവിടെ ആം ഹോൾ എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനിയാണ് നമ്മൾ ആം റൗണ്ടും അളന്നെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ബ്ലൗസിന് ബാക്കിൽ 2 ടക്ക് ഇടാം നമുക്ക്. ഇതൊരു ടക്കാണ്. അതുപോലെ തന്നെ അപ്പുറത്തും ടക്കുണ്ട്. നമ്മുടെ ബാക്കിന് നല്ല ഷേപ്പ് കിട്ടും അങ്ങനെ ടക്ക് ഇട്ടാൽ. ഈ ആം ഹോൾ മുതൽ അടുത്ത ആം ഹോൾ വരെയുള്ള ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് അളക്കുന്നത്. കണ്ടോ, ഇവിടെ തുടങ്ങി അടുത്ത ആം ഹോൾ വരെയുള്ള ഇത്രയും ഭാഗം നമുക്ക് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ചെസ്റ്റ് അളന്നെഴുതാം. ഇത്രയും ഭാഗമാണ് ചെസ്റ്റ്. അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഷോൾഡർ, ഇത് നെക്ക് വിഡ്ത്ത്. ഇനി ഇവിടെ തുടങ്ങി ഈ നെക്കിൻ്റെ കർവ് അവസാനിക്കുന്നത് വരെയുള്ള ഭാഗമാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത്. കണ്ടോ, ഇവിടെ തൊട്ട് കർവ് അവസാനിക്കുന്നത് വരെയുള്ള ഭാഗമാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്ക് നെക്കിൻ്റെ ഇറക്കം. മനസ്സിലായല്ലോ. അപ്പം ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇത് ചെസ്റ്റ്,
ഇത് വേസ്റ്റ് അഥവാ ഇടവണ്ണം. ആം ഹോള് 2 എണ്ണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ഭാഗങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ബാക്ക് പാർട്ടിലെ പോലെ തന്നെ ഇവിടെയും നമുക്ക് 2 ഷോൾഡർ വരും. ഇതാണ് ഷോൾഡർ. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ. ഈ 2 ഷോൾഡറിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗമാണ് നെക്ക് വിഡ്ത്ത് അഥവാ കഴുത്ത് വണ്ണം. ഇതാണ് ഫ്രണ്ട് നെക്ക്. ബാക്ക് നെക്കിനെക്കാട്ട് ഇറക്കം കുറവായിരിക്കും ഫ്രണ്ട് നെക്കിന്. ഇതാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. ഇതാണ് നമ്മുടെ ആം ഹോള്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ആം ഹോള്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കിലെ പോലെ തന്നെ ഈ ആം ഹോൾ തൊട്ട് അടുത്ത ആം ഹോൾ വരെയുള്ള നീളമാണ് ചെസ്റ്റ് അഥവാ നെഞ്ചുവണ്ണം. ഇത്രയും ഭാഗമാണ് നമ്മൾ നെഞ്ചുവണ്ണമായിട്ട് മാർക്ക് ചെയ്യുക ബ്ലൗസിൽ. ഭാഗത്തിന് നെഞ്ചുവണ്ണം അഥവാ ചെസ്റ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഈ ഷോൾഡർ തൊട്ട് നമ്മുടെ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഭാഗത്തിനെയാണ് ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയുക. അവിടെയാണ് നമ്മുടെ മെയിൻ ടെക്ക്. ഇതാണ് മെയിൻ ടെക്ക്. മെയിൻ ടെക്ക് 2 എണ്ണം ഉണ്ട്. 2 സൈഡിലും ഓരോന്ന് മാർക്ക് ചെയ്യുക. മെയിൻ ടെക്ക്. അപ്പോൾ ഷോൾഡർ തൊട്ട് നമ്മുടെ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ബസ്റ്റ് പോയിൻ്റ്. ഇത്രയും ഭാഗം. ഇത് ക്ലിയർ ആയല്ലോ. ഇവിടെ തുടങ്ങി ഇവിടെ വരെ വരുന്ന ഭാഗമാണ് ബസ്റ്റ് പോയിൻ്റ്. അവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കും. അതാണ് ബസ്റ്റ് ലൈൻ. അത് കഴിഞ്ഞ് ഇത്രയാണ് നമ്മുടെ ആ ടെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ വരയ്ക്കുന്ന ലൈനാണ് ബസ്റ്റ് ലൈൻ. ഈ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് തന്നെയാണ് അവിടെ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ലൈനിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ സൈസ് അഥവാ നെഞ്ചുവണ്ണം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ അതാണ് ബസ്റ്റ് ലൈൻ. ഇനി ഈ ഷോൾഡർ തൊട്ട് ഈ ടെക്കിൻ്റെ അടിഭാഗം വരെയുള്ള ഭാഗമാണ് അണ്ടർ ബസ്റ്റ് ലൈൻ. ഷോൾഡർ തൊട്ട് ടെക്കിൻ്റെ ഇവിടം വരെയുള്ള ഭാഗം ബസ്റ്റ് പോയിൻ്റ്. ഷോൾഡർ തൊട്ട് ഇവിടം വരെയുള്ള ഭാഗം അണ്ടർ ബസ്റ്റ് എന്ന് പറയും. അവിടെ ഒരു ലൈൻ വരും, അണ്ടർ ബസ്റ്റ് ലൈൻ കേട്ടോ. ഇവിടെ തൊട്ട് ബസ്റ്റ് പോയിൻ്റ്, അതിൻ്റെ അടിഭാഗം ഷോൾഡർ തൊട്ട് ഇവിടം വരെ അണ്ടർ ബസ്റ്റ്. അപ്പോൾ അത് രണ്ടും തെറ്റിപ്പോവരുത്. അത് കഴിഞ്ഞ് ബാക്കിൽ മാർക്ക് ചെയ്ത പോലെ ഇവിടെ നമുക്ക് വേസ്റ്റ് ഉണ്ട്. ഈ ഭാഗമാണ് വേസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. വേസ്റ്റ് അല്ലെങ്കിൽ ഇടവണ്ണം കണ്ടോ. ഇവിടെയും നമുക്ക് ടെക്ക് വരുന്നുണ്ട്. ഈ ടെക്ക് തൊട്ട് ഈ ടെക്ക് വരെയുള്ള ഭാഗം BP ടു BP എന്ന് പറയും. ബസ്റ്റ് പോയിൻ്റ് ടു ബസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ടെക്ക് ഡിസ്റ്റൻസ് എന്നും പറയും. ഈ ടെക്ക് പോയിൻ്റ് തൊട്ട് ഈ ടെക്ക് പോയിൻ്റ് വരെയുള്ള ഭാഗം ആണ് BP ടു BP അല്ലെങ്കിൽ ടെക്ക് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭാഗം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ടെക്ക് വരും. ഇതൊരു ടെക്കാണ്, നമ്മുടെ ഫ്രണ്ട് ടെക്ക്. ഇത് രണ്ടാമത്തെ ടെക്കാണത്. ഇനി ആം ഹോളിൻ്റെ അവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ടെക്ക് വരും.
ഇനി നമുക്കൊരു ബ്ലൗസിന് ആ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടക്കും കൂടി ഇടാം. ഈ ഭാഗം ഇങ്ങനെ ഒരു കർവ് വരുന്ന ഭാഗം കട്ടിങ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രേസീർ പട്ട, ഫ്രണ്ട് പട്ട എന്നൊക്കെ പറയും. ഇത്ര ഭാഗം കണ്ടോ, ഇങ്ങനെ വരുന്ന ഈ ഭാഗമാണ് കട്ടിങ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇത് കണ്ടോ, ഈ ഭാഗവും ഈ സൈഡ് ഭാഗവും അതുപോലെ തന്നെ അപ്പുറത്ത് ഈ സൈഡ് ഭാഗവും നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അളവെടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഏറ്റവും നീളം കൂടിയ ഈ ഭാഗം, ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ അല്ലെങ്കിൽ കൈയുടെ ഇറക്കം, കൈ ഇറക്കം, സ്ലീവ് ലെങ്ത്ത് ഉണ്ടോ. ഇത്രയും ഭാഗമാണ് സ്ലീവ് ലെങ്ത്ത് വരിക. ഈ ഭാഗം, ഈ ഡിസൈനുള്ള ഭാഗമാണ് നമ്മുടെ സ്ലീവ് ഓപ്പൺ. ഇതാണ് നമ്മൾ കൈയുടെ സ്ലീവ് ഓപ്പൺ, തുറന്ന വശം. അത് കഴിഞ്ഞ് ഈ കർവ് വരുന്ന ഭാഗത്തിന് താഴെ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതാണ് കൈയുടെ ഏറ്റവും വണ്ണമുള്ള വശം. അവിടെയാണ് നമ്മൾ കൈയുടെ ഏറ്റവും വണ്ണമുള്ള വശം, കൈവണ്ണം അഥവാ ബൈസിപ്സ് മാർക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലുള്ള ഈ ഭാഗമാണ് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ഞാൻ അടുത്ത ക്ലാസ്സുകളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മുടെ കൈവണ്ണം, കൈയുടെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 പാർട്ടുകളിലുള്ള ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക. ഇതറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ബ്ലൗസ് കട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.